ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം. ഈ വചനം പറഞ്ഞ് ഈ വചനത്തിൻ്റെ ജീവനെ നമ്മൾ സ്വീകരിച്ച്, ഹല്ലേലൂയ, നമ്മൾക്കിന്ന് വേഗത്തിൽ മടങ്ങാം, സന്തോഷത്തോടെ മടങ്ങാം. അടുത്ത ആഴ്ച നിങ്ങളുടെ സാക്ഷ്യങ്ങളുമായി മടങ്ങി വരട്ടെ എന്ന് ഞാൻ ആമേൻ കർത്താവിൻ്റെ നാമത്തിൽ ആമേൻ ബ്ലെസ് ചെയ്യാണ്. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. 1-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. ലൂക്കോസ് 11:1. ഹല്ലേലൂയ. വായിച്ചോ, നിങ്ങൾ ആരെങ്കിലും വായിച്ചോ? മോനെ അവർ കേൾക്കത്തില്ല. അല്ല, മൈക്ക് എടുത്ത് വായിച്ചോ. ഓൺലൈനിൽ വായിച്ചോ. ഓക്കെ. ഒരു മിനിറ്റ്, നമുക്കിനി വായിക്കാം മോളെ. വാക്യം കയ്യിൽ വെച്ചോളണേ. ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. പറഞ്ഞാട്ടെ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. എന്നോടൊപ്പം ഒന്ന് പറഞ്ഞേ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ. ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളെ, യേശു അവരെ വിളിച്ചിട്ട് ഞാൻ നിങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാമെന്നല്ല പറഞ്ഞ്, ശിഷ്യന്മാർ എന്ന് യേശുവിനോട് പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഹല്ലേലൂയ. പത്രോസിൻ്റെ പടകിൽ കയറിയിട്ട് ആമേൻ വെള്ളത്തിലേക്ക് നീക്കണമെന്ന് യേശുവാണ് പറഞ്ഞത്, പത്രോസല്ല പറഞ്ഞത്. ഹല്ലേലൂയ. പക്ഷെ ഇവിടുത്തെ കാര്യത്തിൽ ശിഷ്യന്മാർ എന്നാണ് യേശുവിനോട് പറയുന്നത്. ശിഷ്യന്മാരുടെ മുൻകൈ എടുത്തതാണ്, ഇനിഷ്യേറ്റീവ് എടുത്തത് ശിഷ്യന്മാരാണ്. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിയേ, അതിൻ്റെ പ്രതികരണമായിട്ടാണ് നമ്മൾ ലോർഡ്സ് പ്രേയർ എന്ന് പറയുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന, വളരെ ലോർഡ്സ് പ്രേയർ എന്ന് പറയുന്ന ഈ ശക്തമായ പ്രാർത്ഥനയോട് കവാടം തുറന്നത് ശിഷ്യന്മാർ യേശുവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് എനിക്ക് അതിൽ നിന്ന് തുടക്കമായി നിങ്ങളൊരു കാര്യം പറയാൻ എൻ്റെ കയ്യിലുള്ളത് എന്താണെന്നറിയാമോ? നമ്മുടെ പ്രതികരണം, ദൈവത്തോടുള്ള പ്രതികരണം, ആത്മീയമായി എടുക്കുന്ന ചില ചുവടുകൾ, നമ്മളായിട്ട് എടുക്കുന്ന ചില മുൻകൈകൾ, ഇനിഷ്യേറ്റീവ്, ദൈവത്തിൻ്റെ അസാധാരണമായ പ്രവൃത്തിയിലേക്ക് നമ്മളെ നയിപ്പാൻ ശക്തമായതാണ്. ഹല്ലേലൂയ. ആരും പറഞ്ഞിട്ടല്ല, പാരപ്രേരണയില്ലാതെ, ഒന്നുമില്ലാതെ ദൈവത്തിന് വേണ്ടി എടുക്കുന്ന ചില ചുവടുകൾ ദൈവത്തിൻ്റെ ശബ്ദത്തെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവിനോട് ചെന്ന് പ്രതികരിക്കുന്ന മക്കളായി തീരാൻ ദൈവം നമ്മളെക്കുറിച്ച്, കർത്താവിനോട് പ്രതികരിക്കുന്ന ഒരു പ്രതികരണ ശേഷി നമുക്ക് എപ്പോഴും ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന പല കാര്യങ്ങളും ദൈവത്തോട് പ്രതികരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കിട്ടുന്നത്. ഇപ്പം ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ ദൂതിനോട് ആമേൻ പറയുന്നത് പോലെ ഒരു പ്രതികരണമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രവചന ശബ്ദം വരുമ്പോൾ അതിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നത് ദൈവത്തോടുള്ള പ്രതികരണമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവത്തിൻ്റെ വചനം ആരെങ്കിലും നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ അത് ഗൗരവത്തോടെ അങ്ങനെ തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് നിങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നത് ഒരു പ്രതികരണമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പാട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഹൃദയത്തോടുമ്പോൾ ഇത് ദൈവം എന്നോട് സംസാരിക്കുന്നതാണ്, കർത്താവേ ഞാൻ അതിനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് അതിനോട് പ്രതികരിക്കുന്നത് ഹല്ലേലൂയ കർത്താവിന് ഇഷ്ടമാണ്. എത്ര പേര് എന്നോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കും? ഹല്ലേലൂയ. ദൈവം എപ്പോഴും പ്രതികരിക്കുന്നവരുടെ മുമ്പിൽ, ആക്റ്റീവായിരിക്കുന്നവരോടൊപ്പം ആക്റ്റീവാകാൻ ആഗ്രഹിക്കുന്നവരാണ് ദൈവം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ചില സമയം ഭൃത്യമായി കരഞ്ഞു. ആ കരച്ചിൽ കേട്ട് യേശു നിന്നു. കാരണം എന്തുകൊണ്ടാണ്? പ്രതികരിച്ചു. ഹല്ലേലൂയ. ഞാൻ നിന്നെ സൗഖ്യമാക്കാൻ വരാമെന്ന് പറഞ്ഞല്ല പറഞ്ഞു, ഞാൻ മുമ്പിൽ കൂടി പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ആ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് യേശുവിനെ പിടിച്ചു നിർത്തിയത് ബർത്തിമായുടെ കരച്ചില്ല. കാരണം എന്തുകൊണ്ടാണ്? ആ കർത്താവിനെ പിടിച്ചു നിർത്തുന്ന ഒരു പ്രതികരണം ബർത്തിമായിൽ നിന്ന് പുറത്തു വന്നു. എത്ര പേർ കർത്താവിനെ സ്തുതിക്കും? ഹല്ലേലൂയ. ആത്മീക പ്രതികരണ ശേഷി ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരട്ടെ.
ആത്മതലങ്ങളോട് പെട്ടെന്ന് പ്രതികരിക്കുന്ന കൃപ നമ്മളിൽ ആമേൻ വ്യാപരിച്ചു വരട്ടെ. സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി നമ്മുടെ ഉള്ളിൽ അധികമായി കടന്നു വരുമാറാകട്ടെ. എത്ര പേർ കർത്താവിനെ സ്തുതിക്കും? ഹല്ലേലൂയ. സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി നമ്മളിൽ വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവശബ്ദം ആമേൻ ആമേൻ ഒപ്പിയെടുക്കാൻ കഴിയുന്ന ആത്മാവ് നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. എത്ര പേര് പറയാം എൻ്റെ ജീവിതത്തിൽ അത് ആവശ്യമാണെന്ന്? ഹല്ലേലൂയ. നിങ്ങൾ ഈ കാര്യത്തിൽ ആമേൻ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കർത്താവ് പ്രാർത്ഥിക്കാൻ അവരെ പഠിപ്പിച്ചു. ഈ വണ്ണം പ്രാർത്ഥിക്കണമെന്ന് പറയും. കർത്താവ് ഒരിക്കലും പ്രസംഗിക്കാൻ പഠിപ്പിച്ചില്ല. ഞങ്ങളെ പ്രസംഗിക്കാൻ പഠിപ്പിക്കണേ എന്ന് ശിഷ്യന്മാർ ചോദിച്ചില്ല, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്നാണ് പറഞ്ഞത്. പാട്ടുപാടാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് യേശുവിനടുക്ക് പറഞ്ഞില്ല, പ്രസംഗിക്കാൻ, പാട്ടുപാടാൻ. ആമേൻ ഹല്ലേലൂയ. അതൊന്നുമല്ല ചോദിച്ചത്, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രൈസ് ഗോഡ്. കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ ദിവസങ്ങളിൽ ഞാൻ ആമേൻ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ആമേൻ നിയോഗത്തിൽ നിന്നുകൊണ്ട് പറയാൻ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മേൽ ഇതുവരെ ഇല്ലാത്ത പുതിയ ഡയമെൻഷനുകൾ ദൈവം ഓപ്പണാക്കി തരാൻ പോവുകയാണ്. ന്യൂ ഡയമെൻഷനുകൾ ആത്മാവിൽ ഞാൻ കാണുന്നു. നിങ്ങളുടെ മേലിരിക്കുന്ന ചില ലെയറുകൾ ആമേൻ തിരശീല കീറി മാറുന്നത് പോലെ ആമേൻ ആത്മസാന്നിധ്യത്തിലേക്ക് എൻട്രി ചെയ്യുന്നവരെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ കാണുകയാണ്. പ്രൈസ് ഗോഡ്. ആമേൻ ആമേൻ സ്പിരിച്വൽ സോണിലേക്ക് എൻട്രി ആകുന്ന ചില പ്രാർത്ഥന ആമേൻ മേഖലകൾ ഇതിൻ്റെ ഉള്ളിൽ ദൈവം എന്നെ കാണിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ചിലരോട് ദൈവത്തിന് ആത്മാവിനോട് ദൂത് പറയാൻ പറയുക, മണിക്കൂറുകൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനുള്ളിൽ ഇരുന്നാലും മടുപ്പില്ലാത്ത ഒരു സോണ് നിന്റെ മേൽ തുറന്നു വരാൻ പോവുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ ഉള്ളിൽ നിന്റെ നിയോഗമുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്റെ ഉയർച്ചയുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്റെ ജീവിതത്തിൻ്റെ മാറ്റങ്ങളുണ്ട്. ഹാലിൽ നിന്റെ തലമുറകളുടെ വിടുതലുകളുണ്ട്. ആമേൻ. നീ അനുഭവിക്കുന്ന ആത്മസാന്നിധ്യത്തിനുള്ളിലാണ് ആമേൻ അതെല്ലാം ഉള്ളത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ലോർഡ് വി വർഷിപ്പ് യു. ഹല്ലേലൂയ. അപ്പോൾ പ്രതികരിക്കുന്നവരായിട്ട് നമ്മൾക്ക് മാറാം. ശിഷ്യന്മാർ യേശുവിനോട് പ്രതികരിച്ചു. ഓക്കെ. അപ്പോൾ യേശു നമുക്കറിയാം ലോർഡ്സ് പ്രയർ ആണ് അവിടെ പഠിപ്പിച്ചത്. നമുക്കെല്ലാവരും സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ നാമം വി നോ ദാറ്റ്സ്. അതിൻ്റെ താഴെ ആമേൻ ഒരു ഉപമ കർത്താവ് പറഞ്ഞു. അതിന് 5-ാമത്തെ വാക്യം മുതൽ നോക്കി, 5 മുതലുള്ള വാക്യങ്ങൾ നോക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ. മ്യൂട്ടായിപ്പോയി മോളെ. യാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ടിറ്റു. എന്താ അവിടെ പറഞ്ഞേ? എനിക്ക് ആ വാക്യം വായിക്കുമ്പോൾ എനിക്കൊരു വളരെ അത്ഭുതം തോന്നിയത്, സ്നേഹിതനാകുന്നതുകൊണ്ട് നമ്മളാണെങ്കിൽ വായിക്കേണ്ടത് എങ്ങനെയാണ് വായിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ രാത്രി ഒരു സ്നേഹിതൻ വരുന്നു, നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണമില്ല, നിങ്ങളുടെ ആമേൻ കുറച്ചപ്പുറം നിങ്ങളുടെ ഒരു സ്നേഹിതൻ താമസിക്കുന്നുണ്ട്. അർദ്ധരാത്രി, ഇവിടുത്തെ സമയം നോക്കണം, മിഡ് നൈറ്റ് ടൈം, അർദ്ധരാത്രി സമയമാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രതീക്ഷിക്കാതെ ഒരു കുടുംബം കയറി വരുന്നു, നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണമില്ല, നിങ്ങളുടെ വളരെ ക്ലോസ് ഫ്രണ്ട് അപ്പുറത്തുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി ചെല്ലുന്നു. അപ്പോൾ അവിടെ ഇതിരിക്കുന്നത് സ്നേഹിതനാക നിമിത്തം. നമ്മളാണെങ്കിൽ എങ്ങനെ വായിക്കും? ഞാൻ ഇങ്ങനെ വായിക്കാനാണ് ആഗ്രഹിക്കുന്നത്, പക്ഷെ അതങ്ങനെയല്ല അവിടെ എഴുതിയിരിക്കുന്നത്. എൻ്റെ ആത്മാർത്ഥ സ്നേഹിതനായതുകൊണ്ട്, എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ട്, പാതിരാക്കി ചെന്നതുകൊണ്ട് എനിക്ക് ഫുഡ് എടുത്ത് തരും എന്നാണ് ഞാൻ സ്വതവേ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ അങ്ങനെയല്ലേ പ്രതീക്ഷിക്കുന്നത്? നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ 1 മണിക്ക് ചെന്നിട്ടും ഇച്ചിരി ചോറ് കറി വേണോ അല്ലെങ്കിൽ ഫുഡ് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്നേഹബന്ധത്തിൽ തരാതിരിക്കുമോ? തരും, തീർച്ചയായിട്ടും. നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതൻ്റെ വീട്ടിലായതുകൊണ്ട് നിങ്ങൾ ചെല്ലും, അല്ലേ? ഉറ്റ സ്നേഹിതനായതുകൊണ്ട്. അല്ലാതെ ചുമ്മാ ഹായ് പറഞ്ഞിടത്ത് നമ്മൾ ചെല്ലത്തില്ല. പാതിരാക്ക് ഒരുത്തൻ്റെ വീട്ടിൽ നമ്മൾ ചെല്ലുകയാണെങ്കിൽ അവിടെ നമുക്ക് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചെല്ലുന്നത്, നമുക്ക് ബന്ധം ഉള്ളതുകൊണ്ടാണ് ചെല്ലുന്നത്.
പിന്നെ പാതിരാക്കി ഞാൻ അവിടെ മുട്ടാൻ കാരണം അവൻ്റെ കയ്യിൽ ഭക്ഷണം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ടും കൂടി ഞാൻ ചെല്ലുന്നത്. അവിടെ അപ്പം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പം അപ്പം ഉണ്ടെന്ന് ഉറപ്പുണ്ട്, എൻ്റെ സ്നേഹിതനാണ്, ആമേൻ, അതുകൊണ്ട് അവൻ വാതിൽ ഉറക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുടെ ഉറപ്പിലാണ് വൈകിയ സമയത്ത് അവിടെ ചെല്ലുന്നത്. ഹല്ലേലൂയ. പക്ഷെ അവിടെ കർത്താവ് ഉപമ പറഞ്ഞപ്പോൾ സ്നേഹിതനാകുന്നത് കൊണ്ട്, നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ചോ, നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ. എഴുന്നേറ്റ് തരുവാൻ, ആമേൻ, അവനോട് പറഞ്ഞാൽ 7ഉം 8ഉം വാക്യം എഴുതിയിരിക്കുന്നത്, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ കടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ക്ലോസ് ഫ്രണ്ട് ആയത്, നല്ലൊരു സുഹൃത്താകുമ്പോൾ മാത്രം അങ്ങനെ പറയാനൊക്കത്തുള്ളൂ. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ, എടോ ഞാനിവിടെ കിടന്ന് ഉറങ്ങണേ, എൻ്റെ മക്കൾ എഴുന്നേറ്റ് ഒരു ഇവന്മാരെ എഴുന്നേറ്റാൽ പിന്നെ എനിക്കിന്ന് രാത്രി ഉറങ്ങാൻ പറ്റില്ല, നാളെ രാവിലെ സ്കൂളിൽ പോകാനുള്ളതാണ്, 6 മണിക്ക് സ്കൂൾ ബസ് വരും, ഞാനിപ്പോൾ എഴുന്നേറ്റ് വന്ന് ഈ അടുക്കളയിൽ പോയി നിനക്ക് അപ്പോൾ എടുത്തവന് ഇവന്മാരെ എഴുന്നേറ്റും എനിക്ക് നാളെ ഡ്യൂട്ടിക്ക് പോകണത്, ആകെ എൻ്റെ ജീവിതം താറുമാറാണ്. അതുകൊണ്ട് വരുന്നവരോട് ഇന്ന് ഉപവാസം ഇടുന്നോളാൻ പറയുക, രാവിലെ കിടന്നുറങ്ങി, രാവിലെ ഞാൻ ഫുഡ് അങ്ങോട്ട് എത്തിച്ചോളാം, ബാബായ് ഞാൻ തുറക്കുകയില്ല എന്ന് കൂട്ടുകാരൻ പറയും. കാരണം എന്തുകൊണ്ട്? അവർക്ക് അത്ര അങ്ങനത്തെ ബന്ധമുണ്ട്. അങ്ങനെ ഒരു സ്നേഹിതം പറയണമെങ്കിൽ അത്ര സ്നേഹം ഉണ്ടെങ്കിലല്ലേ പറയുള്ളൂ. നടക്കുകയല്ല, എനിക്ക് വരാനും മനസ്സില്ല, കാരണം ഇവിടെ ആകെ പ്രശ്നമാവും, അതുകൊണ്ട് വരുന്നവരോട് ഉപവസിച്ചോളാൻ പറയുക, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് മേ ബി. അതെന്തുകൊണ്ടാണ്? ആമേൻ, രണ്ടുപേരും തമ്മിലുള്ള ബന്ധം അത്ര സ്ട്രോങ് ആയതുകൊണ്ട്, അത്രയും ക്ലോസ് ഫ്രണ്ടാണ് ഇവർ. പക്ഷേ അപ്പോൾ സ്നേഹിതനാണെങ്കിൽ അങ്ങനെ പറയാൻ സാധ്യത ഉണ്ടെന്നാണ് കർത്താവ് പറയുന്നത്. അങ്ങനെ അവൻ പറഞ്ഞാൽ പോലും, ഇനി അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. ആമേൻ. സിസ്റ്റർ അനിമോളെ ശ്രദ്ധിക്കണേ, ഒരു ദൂതുണ്ട്, ധൈര്യമായിട്ടിരുന്നോ. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കാൻ പോകുക, ഈ പിടിച്ചു നിൽക്കുന്നതിനൊക്കെ റിസൾട്ട് വരാൻ പോകുക. അവൻ കർത്താവ് എന്താ പറഞ്ഞ, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന്. എനിക്ക് മനസ്സില്ലെന്നല്ല, എനിക്ക് കഴിയത്തില്ല. കണ്ടോ, മനസ്സുള്ളതും കഴിയില്ലെന്ന് പറയണതും രണ്ടും രണ്ടാണ്. കഴിയില്ലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാഹചര്യം പറ്റുകയില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചിലർ വരാൻ നോക്കുമ്പോൾ നമ്മൾ ഇതാണെങ്കിൽ, ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരല്ല, ആകെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കുക, ഇവിടെ നമുക്ക് ആകെ ഇവിടെ എല്ലാം പനി പിടിച്ചിരിക്കുക, നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ട. അതിൻ്റെ അർത്ഥം അവർ വരാൻ മനസ്സില്ലാത്തതുകൊണ്ടല്ല, അവർ വന്നാൽ ശരിയാകുകയില്ല, അവർക്കും ദോഷം നമുക്കും ദോഷം. അപ്പം അത് വേണ്ടെന്ന് പറയും. എനിക്ക് കഴിയത്തില്ല രാത്രി എഴുന്നേക്കാൻ. 12 മണി കഴിഞ്ഞു, മക്കളെല്ലാം ഒരാൾ തലയിലും ഒരാൾ സൈഡിലും ദേഹത്തെ കയറി കിടക്കുകയാണ്, രാവിലെ ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ്. ഇറ്റ് ഈസ് പ്രോബ്ലമാറ്റിക്, സോറി എന്ന് പറഞ്ഞാലും, ഓ കമോൺ, നിങ്ങൾ ആ പോയിന്റ് ശ്രദ്ധിച്ചോ. എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ലെന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനായത് കൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും, ദിസ് ഈസ് ദ പോയിന്റ്. അകത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കണേ, എഴുന്നേറ്റ് വരാൻ എനിക്ക് കഴിയേല, സ്നേഹിതനായതുകൊണ്ടും ഞാൻ ചെയ്യേല. കണ്ടോ? പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ കൊടുക്കണേ നോക്കിയേ. അതാണ് ആ ഉപമയുടെ, എല്ലാ ഉപമയ്ക്കും ഒരു മർമ്മമുണ്ട്, ഒരു കേന്ദ്രബിന്ദുവുണ്ട്. അതാണ് ദൈവം നമ്മോട് പറയണത്. നമ്മൾ ആരുടെയും വീട്ടിൽ പോയിട്ട് അപ്പം ചോദിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇതെന്തെങ്കിലും ഭൗതികമായി നേടിയെടുക്കുന്ന ഇതിനെ കുറിച്ചൊന്നുമല്ല പറയണേ. പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു എസൻസിനെ കുറിച്ചാണ് യേശു പഠിപ്പിക്കണേ. മുകളിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചോ, പക്ഷെ ആ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ചേരുവ, എഫക്റ്റീവ് പ്രയറിൻ്റെ ഒരു ചേരുവ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതില്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയല്ല. എത്ര പേരെന്നെ കേൾക്കുന്നു? പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ ഇന്ന് രാത്രി ഇത് പറയുന്നത്, നമ്മുടെ പ്രാർത്ഥനകൾ മറുപടി കൊണ്ടുവരുന്നത്, ആമേൻ, ആ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും അത്യാവശ്യമായ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അതാണ് അവിടെ പറയുന്നത്. അവൻ സ്നേഹിതനാകുന്നത് കൊണ്ട് എഴുന്നേറ്റ് കൊടുക്കയില്ലെങ്കിലും, അടുത്ത പോയിന്റ്, അവൻ ലജ്ജ കൂടാതെ മുട്ടുന്നത് കൊണ്ട്. ശ്രദ്ധിച്ചോ? എത്ര പേര് ശ്രദ്ധിച്ചു? ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അകത്തിരിക്കുന്ന ആൾക്ക് എഴുന്നേൽക്കാൻ കഴിയത്തില്ല, സ്നേഹിതനായതുകൊണ്ടും കൊടുക്കുകയില്ല. പക്ഷേ ഇവൻ ഇവിടെ നിന്ന് പാതിരാക്കി മുട്ടിയാൽ കൊടുക്കുന്നത് വരെ ഇവൻ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ മുട്ടിക്കൊണ്ടിരിക്കും. ഇവന് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാകും. അങ്ങനത്തെ രീതിയിലോട്ട് ഇവൻ കാര്യം കൊണ്ടുപോകും. ഞാൻ പറയാം, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അർദ്ധരാത്രി ഒരു വീടിൻ്റെ വാതിൽക്ക് ചെന്നിട്ട് അപ്പം വേണം എന്ന് പറഞ്ഞ് മുട്ടിക്കൊണ്ടിരിക്കുക. അകത്ത് കിടക്കുന്നവൻ ഒരു കാര്യം അറിയാം, ഇവൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകത, ഇവൻ ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അവൻ അത് ചെയ്തിട്ടേ പോകുള്ളൂ. ഇവൻ ഉഴപ്പനല്ല, ഇവൻ ഭയങ്കര ഇച്ഛാശക്തിയുള്ളവനാണ്. കൂട്ടുകാരനെ നന്നായിട്ട് അറിയാം.
എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് ഫിനിഷ് ചെയ്തിട്ടേ പുള്ളി പോകത്തുള്ളൂ. ഇവൻ പാതിരാക്ക് എൻ്റെ വീട്ടിൽ വന്നാൽ ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് അപ്പം കൊണ്ടേ പോവുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇവനങ്ങ് കൊടുത്തേക്കാം. ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സ്നേഹിതനായതുകൊണ്ടല്ല കൊടുത്തേ, എഴുന്നേൽക്കാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ടല്ല കൊടുത്തേ. ഇവൻ ലജ്ജ കൂടാതെ മുട്ടും എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് വരെ അവൻ പുറത്തുനിന്ന് പറഞ്ഞിരിക്കുക, എടാ അപ്പം താടാ, അവർ വിശന്നിരിക്കുകടാ. അപ്പം അകത്തുനിന്ന് പറയണേ, പോടാ എൻ്റെ മക്കൾ ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ്, എനിക്ക് പറ്റിയല്ല. എടാ നീ അങ്ങനെ പറഞ്ഞാൽ നോക്കില്ല, അവർ ഭയങ്കര ക്ഷീണിച്ച് വന്നിരിക്കുക, കൊടുത്തേ ഒക്കുള്ളൂ, നീ തരാതെ പറ്റുകയില്ല. അപ്പോൾ പറയണേ, ഇല്ല ഇപ്പം എനിക്ക് സൗകര്യമില്ല, നീ പോകുന്ന, നമുക്ക് നാളെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, എന്ത് പരിഹാരം വേണം ചെയ്യാം. ഇവൻ പോകൂല. ഇവൻ്റെ സ്വഭാവം അകത്ത് കിടക്കുന്ന, വീടിൻ്റെ അകത്ത് കിടക്കുന്ന ഉറങ്ങുന്ന കൂട്ടുകാരൻ ഒരു കാര്യം അറിയാം, ഈ കൂട്ടുകാരൻ ഇവൻ എന്തെങ്കിലും കൈ വെച്ചാൽ അവൻ അതും കൊണ്ടേ പോകുള്ളൂ. അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ കൂട്ടുകാരനായതുകൊണ്ടല്ല കൊടുത്തത്, ചോദിച്ചത് കൊണ്ടുമല്ല കൊടുത്തത്, ഇവൻ ഇതും കൊണ്ടേ പോയി. ഇവൻ ലജ്ജയില്ലാത്തവനാ, ഒരു നാണവും ഇല്ല ഇവന്. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിച്ചാട്ടെ. ലജ്ജ കൂടാതെ മുട്ടുന്നത് നിമിത്തം എഴുന്നേറ്റ് തുറന്നു കൊടുക്കും, ആവശ്യമായത് കൊടുക്കുന്ന. ഓ കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, വി വർഷിപ്പ് യു. താങ്ക് യു ലോർഡ്, വി വർഷിപ്പ് യു. ഇവൻ അവിടെ ചെന്നത് എന്തെന്ന് പറഞ്ഞാൽ 3 അപ്പം തരണമെന്ന് പറയാൻ വേണ്ടി പോയത്. പക്ഷെ എഴുന്നേറ്റ് വന്ന കൂട്ടുകാരെന്താ പറയുക, ആവശ്യമുള്ള അത്ര കൊടുക്കുന്ന ചെയ്തിരിക്കുന്നത്. ഓരോരുത്തർക്ക് ഓരോ അപ്പം വെച്ച് കൊടുക്കാമെന്ന് വെച്ചോ. 3 പേരാണ് വന്നതെന്ന് വെച്ചോ, 3 പേർക്ക് ഓരോ അപ്പം കൊടുത്താൽ അവർ കിടന്ന് ഉറങ്ങുന്ന കയറി 3 അപ്പം വായ്പ തരണമെന്ന് പറഞ്ഞ് ചെല്ലുന്നത്. പക്ഷെ ഇവൻ എഴുന്നേറ്റ് വന്നപ്പോൾ കൂട്ടുകാരനായതുകൊണ്ട് എന്ത് ചെയ്തു, ആവശ്യമുള്ളിടത്തോളം കൊടുക്കുമെന്നാണ്. ഹല്ലേലൂയ. എത്ര പേർ കർത്താവിനെ സ്തുതിക്കുന്നു. ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിവുള്ളവന് ഇന്ന് വന്നേക്ക് മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചോദിക്കുന്നതിനേക്കാൾ അപ്പുറം ചെയ്യാൻ ദൈവം ശക്തനാണ്. കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ വൈകിയ സമയത്ത് ഞാൻ എന്താണ് ഈ പറഞ്ഞ ഈ കാര്യം ഇന്ന് രാത്രി ദൈവം നമ്മൾ സംസാരിക്കണമെന്ന് അറിയാമോ? അല്ല മോനെ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചവൻ അവിടെ എഴുതിയിരിക്കുന്നേ. ആമേൻ. ഹല്ലേലൂയ. I tell you, even though he will not get up and give him anything because he is his friend, yet because of his persistence, he will get up and give him as much as he needs. Because of his persistence. Amen. Hear this word. Because of his persistence. It is not because he is the friend. It is not because, amen, amen, because they are the best friends. No. Because of his persistence. That is the all point. ആ ഉപമയുടെ കേന്ദ്രമായ പോയിന്റ്, ആമേ, സ്ഥിരോത്സാഹത്തോടെ മുട്ടും, പെർസിസ്റ്റൻ്റായിട്ട് ചോദിക്കും. ഒരു വാക്തത്വം കയ്യിൽ കിട്ടിയാൽ അതിൽ പെർസിസ്റ്റൻ്റായിട്ട് നിൽക്കും. ഒരു ദൈവികമായ ദർശന ജീവിതത്തിലുണ്ടെങ്കിൽ അത് ലഭിക്കുന്നത് വരെ അതിൽ നിന്ന് മാറിപ്പോകുകയില്ല. പെർസിസ്റ്റൻസ്. ഹല്ലേലൂയയോടൊപ്പം പറഞ്ഞ് പെർസിസ്റ്റൻസ്, സ്ഥിരോത്സാഹം. സത്യവേദ പുസ്തക ലാംഗ്വേജ് പറയുന്നത് ലജ്ജയില്ലാതെ മുട്ടുക നിമിത്തം. ആമേൻ. ഹല്ലേലൂയ. അതിൻ്റെ ആമേൻ, ആമേൻ, എന്താണ് അത് നമ്മളോട് പറയുന്നത്? ആമേൻ. ഹല്ലേലൂയ. സ്ഥിരോത്സാഹം, സ്ഥിരതയോടെ ചോദിച്ചു, മുട്ടിക്കൊണ്ടേയിരുന്നു. ഈ മുട്ട് നിർത്തത്തില്ലെന്ന് ഉറപ്പായതുകൊണ്ട് എടുത്തു കൊടുത്തെന്ന്, കൂട്ടുകാരനായതുകൊണ്ട് കൊടുത്തതല്ല, കൊടുക്കാൻ സാഹചര്യമുള്ളതുകൊണ്ട് കൊടുത്തതല്ല. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ആ ഉപമ പറയുമ്പോൾ അവിടെയാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ഒരു പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ചെന്ന് വാതിക്ക മുട്ടി അവൻ പറഞ്ഞു, കുഞ്ഞുങ്ങൾ ഉറങ്ങുകയാണ്. ആമേൻ. ഹല്ലേലൂയ. തിരിച്ചു പോയില്ല. നാളെ വാന്ന് പറഞ്ഞു, പോയില്ല. ആമേൻ. അത് ആമേൻ ഉയർത്തിക്കൊണ്ടേയിരുന്നു. സോ നമ്മുടെ ജീവിതത്തിൽ എഫക്റ്റീവായിട്ടുള്ള പ്രയർ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ സക്സസ് ഇതിൻ്റെ അകത്തുണ്ട്. എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും മടുപ്പില്ലാതെ പ്രാർത്ഥിക്കണം. എന്നോടൊപ്പം പറഞ്ഞ മടുപ്പില്ലാതെ പ്രാർത്ഥിക്കണം, പെർസിസ്റ്റൻ്റായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങൾക്കൊരു പ്രോമിസ് ഉണ്ടെങ്കിൽ ആ പ്രോമിസിൽ പെർസിസ്റ്റൻ്റ് ആയിട്ട് വാട്ട് എവർ മേ ബി ഹാപ്പൻ. ആ പെർസിസ്റ്റൻസ് ആണ് റിസൾട്ട് കൊണ്ടുവരുന്നതാണ് ഈ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ചോദിച്ചത് കൊണ്ടല്ല, സ്നേഹബന്ധമുള്ളത് കൊണ്ടല്ല, അവർ ഭയങ്കര ക്ലോസ് ആയതുകൊണ്ടല്ല, മനസ്സലിവുള്ളത് കൊണ്ടല്ല, വേറെ ഒരു പോയിന്റും അതിൻ്റെ അകത്ത് കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പറയണം, നോക്ക്, ഹല്ലേലൂയ, അവൻ ലജ്ജ കൂടാതെ മുട്ടിയത് കൊണ്ട് അവന് ആവശ്യത്തിന് കിട്ടുമെന്ന്.
അത് നമ്മുടെ സ്പിരിച്വൽ ക്വാളിറ്റി, അങ്ങനത്തെ ഒരു ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ്. കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ഒരു ക്വാളിറ്റി, സ്പിരിച്വൽ ക്വാളിറ്റി. ഹല്ലേലൂയ. അപ്പം നിങ്ങളിപ്പോൾ ചിലവരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും, ഈ ദൈവത്തിന് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, ഉറപ്പാണ്. കാരണം ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ദൈവത്തിന് ഇങ്ങനെ തന്നാൽ പോരെ, എന്തിനാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെ ഇതിനു വേണ്ടി പ്രാർത്ഥിപ്പിക്കണേ, ഇതിനു വേണ്ടി ഉപവസിപ്പിക്കണേ, എന്തിനാണ് ഇത്രയും പ്രാർത്ഥിപ്പിക്കണേ? ദൈവത്തിന് കഴിവില്ല, ദൈവം സർവശക്തനാ. നമ്മളിട്ട് എന്തിനാണാവോ ഇങ്ങനെ ഇട്ട് ഈ പെടാപ്പാടുപെടുത്തണേ? നിങ്ങൾ ചിന്തിച്ചവരുണ്ടോ? ഉറപ്പായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവും. ദൈവശക്തനാണ്, ദൈവമല്ലയോ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, എവറിത്തിങ് ഈസ് ദേർ. എന്തിനാണ് കർത്താവേ ഞാനൊരു പാവം? ചിലരുടെയൊക്കെ മനോഭാവങ്ങൾ, കർത്താവ് ഞാനൊരു പാവം മനുഷ്യൻ, നിനക്ക് വേണ്ടി ജീവിക്കാൻ എൻ്റെ ജീവിതം മുഴുക്കി തന്നിരിക്കുക, ഞാൻ നിന്നെ വിട്ട് ഒരിടത്തും പോകത്തില്ല, നിനക്കും അറിയാം എനിക്കും അറിയാം, എന്തിനാണ് ഈ പാട് കഴിക്കുന്നത്? അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസമില്ല, അതൊക്കെ എല്ലാം ഇങ്ങോട്ട് തന്നാൽ പോരെ, ഇത്രയും പ്രയാസപ്പെടുത്തണോ? ദൈവമക്കളെ, നമ്മളറിയാത്തൊരു സോണം എൻ്റെ പുറയിലുണ്ട്. ഇതെല്ലാം പറയാനൊന്നും സമയമൊന്നുമില്ല. പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണ്ടേ, ഇവിടെ ഭൗതികമായ കാര്യങ്ങൾ ഇതൊന്നുമല്ല കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതെല്ലാം നടന്നോട്ടെ, ഇതൊരു ഭൗതിക തലത്തിനെ കുറിച്ചല്ല പറയണത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാ മേഖലയിലും പ്രൊഡക്റ്റീവായിട്ട്, ഫ്രൂട്ട്ഫുള്ളായി, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന നിലയിൽ ജീവിക്കാൻ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുക, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം ഞാൻ നിങ്ങൾക്ക് തരും. ആമേൻ. ഹല്ലേലൂയ. അതിൻ്റെ താഴെ കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്യം ഇതാണ്, ഹല്ലേലൂയ, നിങ്ങൾ ആമേൻ ഏറിയ ഫലം കായ്ക്കും, നിങ്ങൾ ഏറിയ രീതിയിൽ ഫലം കായ്ക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്നറിയും. അതിൻ്റെ അർത്ഥം, ഇത് സമയമില്ലാത്തതുകൊണ്ട് ഞാനത് എടുക്കാത്ത, ഫ്രൂട്ട്ഫുൾനെസ്സും പ്രാർത്ഥന ജീവിതവുമായിട്ട് ബന്ധമുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും പ്രാർത്ഥനയുടെ ഡയമെൻഷൻ, പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രയർ ഡയമെൻഷനും, പ്രയറിന് ഡയമെൻഷൻ ഉണ്ട്, പ്രയറിന് ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ഉണ്ട്. എനിക്കറിയത്തില്ല അതൊക്കെ എങ്ങനെ പറയണമെന്ന്, ആരൊക്കെ എങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടോന്ന്, ആരൊക്കെ അതിൻ്റെയൊക്കെ പുറയിലുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്കിപ്പോൾ ആകെ 4 പേരുടെ മുഖം കാണാനൊക്കുന്നുള്ളൂ. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ പറയും, നിങ്ങൾ ഒരു മാസത്തേക്ക് വിസയൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വാ, നമുക്ക് ഒരു മാസം രാവും പകലും അങ്ങ് ഇരിക്കാം, അപ്പോൾ ഇതൊക്കെ അങ്ങ് ഫുള്ള് പറഞ്ഞു തരാം. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും കൂടി ഇങ്ങ് വന്നാട്ടെ. ഹല്ലേലൂയ. ഒത്തിരി ഉണ്ട് പറയാനും പകരാനൊക്കെ, ദൈവനുള്ള അവസരങ്ങൾ തരും. ഹല്ലേലൂയ. താങ്ക് യു. റെസ്പോൺസിന് വളരെ നന്ദി. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ഗോഡ്. ശ്രദ്ധിച്ച്, പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ഡയമെൻഷൻസ് ഉണ്ട്. ഇതിപ്പോൾ ലൈവ് യൂട്യൂബിൽ പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ പറയാം, മറ്റേതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടി വരും. എനിവേ, ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രാർത്ഥനയ്ക്ക് ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊന്ന് നോക്കിയേ, ഞാൻ വേഗം നിർത്താമേ, നമ്മളൊന്ന് നോക്കിയേ, പ്രാർത്ഥന ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ മാത്രമാണ് പഠിപ്പിക്കണമെന്ന് കർത്താവിനോട് പറഞ്ഞാൽ, കർത്താവ് പ്രാർത്ഥിക്കാൻ മാത്രം അവരെ പഠിപ്പിച്ചേ, ഭൂതങ്ങൾ ഓടിക്കാൻ പഠിപ്പിച്ചില്ല, മറ്റു കാര്യങ്ങളും പ്രസംഗിക്കാൻ പഠിപ്പിച്ചില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നവരായപ്പോൾ ആ പ്രാർത്ഥനയിലൂടെ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അവർക്ക് എക്യുപ്ഡ് ആകാൻ കഴിഞ്ഞു. പ്രാർത്ഥന എക്യുപ്പായാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും എക്യുപ്പാകും. നിങ്ങളിൽ നന്നായിട്ട് പ്രാർത്ഥന ചെയ്തുള്ളവർ ഓർത്തോ, നിങ്ങൾ നന്നായിട്ട് ആത്മാവിൽ ആരാധിക്കുന്ന ഒരു കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ദൈവവചനം കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷമായിരിക്കും. ആ വചനത്തിൻ്റെ റലം നമുക്ക് ഓപ്പണായി വരും. ഹല്ലേലൂയ. പക്ഷേ ചിലവരുണ്ട്, അവർ പ്രാർത്ഥിക്കാൻ പറ്റില്ല, അവർക്ക് ചിലപ്പോൾ ആരാധിക്കാൻ മാത്രമേ പറ്റുള്ളൂ, പാട്ട് പാടാനൊക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു അന്യഭാഷ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അവരൊരു ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ മുന്നിൽ വന്നിരിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഹൃദയം അങ്ങ് മടുക്കും, അവർക്ക് അത് തുറന്ന് അതിൻ്റെ അകത്തോട്ട് കയറാനൊക്കെയില്ല, വചനത്തിൻ്റെ വാതിൽ തുറന്ന് കിട്ടിയില്ല, വചന ശുശ്രൂഷ അവർക്ക് ബോറിങ്ങാണ്. പക്ഷെ പ്രാർത്ഥന ജീവിതം സ്റ്റേബിളായിട്ടുള്ള അവരുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ബാലൻസ്ഡ് ആയിരിക്കും. They can worship God, they can speaking in tongues, and they can pray. അത് മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം, പൊതുവായ പ്രാർത്ഥനയ്ക്ക് അവർ റെഡിയാണ്, എല്ലാറ്റിനും റെഡിയാണ്. ഹല്ലേലൂയ. നമ്മുടെ കൂട്ടത്തിലുള്ള രാജൻ ബ്രദറിൻ്റെ ഷീന സിസ്റ്റം പോലെ അവർ രണ്ടുപേരും ഒരു വർഷം മുഴുവൻ ഞങ്ങളോടൊപ്പം എല്ലാ ദിവസവും വന്നിരുന്ന് പ്രാർത്ഥിച്ചവരാണ്. ദൈവം അങ്ങ് അനുഗ്രഹിക്കട്ടെ നിങ്ങളെ. ഹല്ലേലൂയ. കോവിഡിൻ്റെ സമയത്ത് ഒരു വർഷം മുഴുവൻ ബിജാഞ്ചൽ പാസ്റ്റർ എന്നൊരു നിയോഗമായിരുന്നു. ഡെയിലി ഒരു 15-20 മിനിറ്റ്സ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ രണ്ടുപേരും മുടങ്ങാതെ വന്ന്, നമ്മുടെ സഭയിലുള്ള പലരും വരാൻ പറ്റിയില്ല, പക്ഷേ ഇവരെപ്പോഴും വന്നിരുന്ന് ഒരുമിച്ച് നമ്മളോടൊപ്പം പ്രാർത്ഥിച്ചതാണ്. പ്രാർത്ഥനയ്ക്ക് ഒരു മടുപ്പില്ലാത്ത ആളുകളാണ് അവർ. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. അതേപോലെ പല ആളുകളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. പേര് പറയാൻ എല്ലാവരും പറയണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. എന്താ ഞാൻ പറഞ്ഞത്, പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു ഡയമെൻഷൻ നമ്മൾക്ക് വെളിപ്പെട്ടാൽ
നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും നമുക്ക് തുറന്നു വരും. ഹല്ലേലൂയ. അപ്പോൾ ചിലവരുടെ പ്രത്യേകത എന്താണെന്ന് പറയുമ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ റിലേ പോവും. അങ്ങനെ ഞാൻ പറയാം. ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് മാത്രമേ ഏകാഗ്രത ഉണ്ടാവുള്ളൂ. പിന്നെ അവര് ഈ ചരട് പൊട്ടിയ പട്ടം എങ്ങനെയൊക്കെ പറക്കുമോ അനന്തവിഹായസിൽ ഉല്ലസിക്കുന്ന വാട്ട് ഇസ് ഐ ഡോണ്ട് നോ. ആമേൻ ഹല്ലേലൂയ. വ്യാപരിക്കുന്ന പോലെ അങ്ങ് ചിന്തകളൊക്കെ ജോലി സ്ഥലത്തും അടുക്കളയിലും നാളെ രാവിലെ ചെയ്യാനുള്ളതൊക്കെ ആയിരിക്കും മൊത്തം ചിന്ത. അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ആളുകളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അനുഭവത്തിൽ നിന്ന് കൂടിയാ പറയണേ, അങ്ങനെ ഉണ്ടാകും. ആമേൻ ഹല്ലേലൂയ. എന്നാൽ അതിനെ പ്രയർ ഡയമെൻഷൻ്റെ പ്രത്യേകത ഒന്ന്, സമയം. ആമേൻ. ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കാനായിട്ടുള്ള ഒരു ഡയമെൻഷൻ നമ്മുടെ ജീവിതത്തിൽ ആമേൻ തുറന്നു വരണം. സമയം ഇരിക്കും തോറും നമുക്ക് മടുപ്പില്ല. സമയം ചെലവഴിക്കാൻ കഴിയുന്ന ഒരു ഡയമെൻഷൻ നമ്മുടെ ടൈമിൻ്റെ ഒരു കാര്യം നമുക്ക് വെളിപ്പെടും. ഇനി ആ സമയം നമ്മൾക്ക് കൂടുതൽ ദൈവസന്നിധിയിൽ ഇരിക്കാൻ തുടങ്ങിയത് കൊണ്ട് മാത്രം, ഇപ്പം നിങ്ങൾ 1 മണിക്കൂർ പ്രാർത്ഥിച്ചെന്നിരിക്കട്ടെ, ഈ 1 മണിക്കൂർ മുഴുവനും ആമേൻ പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടാകണമെന്നില്ല. ചിലപ്പോൾ അതിൻ്റെ അകത്ത് 10 മിനിറ്റ് കഴിയുമ്പോൾ ശ്രദ്ധ പോയിട്ടുണ്ടാകും, 5 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു വന്നിട്ടുണ്ടാകും, ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ടാകും. പിന്നെ കണക്ഷനും ഡിസ്കണക്ഷനും, കണക്റ്റഡ് ആൻഡ് ഡിസ്കണക്റ്റഡ്. 1 മണിക്കൂർ പ്രാർത്ഥിച്ചെങ്കിലും അതിൻ്റെ അകത്ത് ആമേൻ ആ പ്രയറിൻ്റെ ക്വാളിറ്റി ഒരു പക്ഷേ കുറവായിരിക്കും. പ്രൈസ് ഗോഡ്. പ്രയറിൻ്റെ അടുത്തൊരു ഡയമെൻഷൻ എന്താണെന്നറിയാമോ? സമയം ധാരാളം ഇരിക്കാൻ കഴിയുന്നത് പോലെ ആമേൻ ആ ഇരിക്കുന്ന സമയം മുഴുവനും ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിയനിൽ അവൻ വളരാൻ കഴിയുന്നു. ദാറ്റ് ഈസ് അനദർ ഡയമെൻഷൻ ഇൻ ദ പ്രയർ. ഹല്ലേലൂയ. യേശു ഒരു രാത്രി മുഴുവനും സമയം ചെലവഴിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ മുഴുവൻ സമയവും പിതാവിനോടൊപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്നാണ്. മോശ 40 ദിവസം പർവ്വതത്തിലിരുന്ന് പറഞ്ഞാൽ 40 ദിവസവും യഹോവയായ ദൈവത്തോട് സംസാരിച്ചു, സ്വർഗമണ്ഡലങ്ങളിൽ സഞ്ചരിച്ചു, ആത്മതലങ്ങളിൽ യാത്ര ചെയ്തു. പ്രൈസ് ഗോഡ്. ചിലർ പറയാറുണ്ട് സമയത്തിലൊന്നും കാര്യമില്ല, നടക്കുമ്പോഴിരിക്കുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും. എക്സ്ക്യൂസ് മീ, ആ പ്രാർത്ഥന നല്ലതാണ്. എല്ലാറ്റിനും വേണ്ടി എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യാനും എപ്പോഴും സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കാനും പ്രാർത്ഥിപ്പിന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് രാത്രി പറയുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആത്മതലങ്ങളിൽ സഞ്ചരിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ്. ആത്മതലങ്ങളുടെ ആഴങ്ങളിൽ ഇറങ്ങുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മിസ്റ്ററീസിലേക്ക് യാത്ര ചെയ്യുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ്. കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ദൈവിക കൈമാറ്റങ്ങളുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. ആമേൻ. ദൈവത്തിൻ്റെ ആലോചനകൾ, വെളിപ്പെടലുകൾ, ആമേൻ, ദൈവത്തിൻ്റെ പദ്ധതികളുടെ ഉള്ളിലേക്ക് എത്തി നോക്കാൻ കഴിയുന്ന സ്പിരിച്വൽ ഡോറുകൾ ഓപ്പൺ ആകുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് രാത്രി പറയുന്നത്. ദൈവത്തിന് ആത്മാവിന് അതാണ് ഇന്ന് രാത്രി പറയാനുള്ളത്. ഇനി ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ആമേൻ ഞാനിത് കണക്ട് ചെയ്യട്ടെ. നമ്മൾ ഇന്ന് വായിച്ച ആ ഉപമയിൽ പറയണത് എന്താണ്? സ്ഥിരോത്സാഹം, പെർസിസ്റ്റൻ്റായിട്ട് നിന്നതുകൊണ്ട് അവനത് കിട്ടിയെന്ന്. നമ്മളൊരു ഭൗതിക വിഷയം നേടിയെടുക്കുന്നതിനെ കുറിച്ചും അല്ല പറയണത്, അത് അതിൻ്റെ ഒരു ഭാഗമായിരിക്കും. പക്ഷെ ഇവിടെ പറയുന്ന പ്രാർത്ഥന, പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രയർ ലൈഫ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരും. കർത്താവിനെ സ്തുതിച്ചാട്ടെ. അർദ്ധരാത്രിയിൽ അടഞ്ഞു കിടക്കുന്ന കവാടം നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരത്തക്ക നിലയിൽ നിങ്ങളുടെ പേഴ്സിസ്റ്റൻസ് ചിലതിനെ കീറി അകത്ത് കയറും, ആത്മതലങ്ങളെ തുളച്ചകത്ത് ചെല്ലും. ഓ റഹ്ബാന, ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. അടഞ്ഞു കിടക്കുന്ന ആമേൻ ആത്മമണ്ഡലത്തെ തുറന്നെടുക്കാനും കഴിയുന്ന നിലയിൽ പ്രാർത്ഥനയ്ക്ക് മൂർച്ച കൂടും. ആമേൻ. പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രയറിന് മാത്രമേ ആത്മതലങ്ങളുടെ അകത്തോട്ട് കയറാനൊക്കെ ഉള്ളൂ. കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഓ റബതന ഹതരേമന ശകതേര ഘടകശസിയ. പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് നിന്ന് മുട്ടിക്കൊണ്ടിരുന്നപ്പോൾ വാതിൽ തുറന്നു. പേഴ്സിസ്റ്റൻ്റായി മുട്ടിയതുകൊണ്ട് വാതിൽ തുറന്നു. ആവശ്യമുള്ളത്ര അപ്പം കിട്ടി. അതിൻ്റെ അർത്ഥം എന്തുവാ? പേഴ്സിസ്റ്റൻ്റായിട്ട് പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ ദൈവം ആരുടെയും മുമ്പിൽ തുറക്കാത്ത വാതിൽ തുറന്നു കൊടുക്കും. ഏത് വാതിൽ? ആത്മതലങ്ങളുടെ വാതിലുകൾ, വെളിപ്പാടുകളുടെ വാതിൽ, ദൈവികമായ കൂട്ടായ്മയുടെ വാതിൽ, ഡിവൈൻ എൻകൗണ്ടേഴ്സിൻ്റെ വാതിൽ, മിസ്റ്ററീസിനെ ഓപ്പൺ ആക്കുന്ന വാതിൽ. എത്ര പേർ ഞാൻ പറയുന്ന ആത്മതലം ഇന്ന് രാത്രി മനസ്സിലാക്കുന്നു? ഹല്ലേലൂയ. ദാനിയേൽ രാത്രി ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആമേൻ ദാനിയേലിന് വെളിപ്പെട്ടു. രാജാവ് കണ്ട സ്വപ്നം രാജാവ് മറന്നുപോയ സ്വപ്നവും വെളിപ്പെട്ടു, സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനവും വെളിപ്പെട്ടു. ഹല്ലേലൂയ. എന്താ സംഭവിച്ചേ? ആമേ ദാനിയേൽ എപ്പോഴും റെഡിയാണ്.
ഹല്ലേലൂയ. ദാനിയേൽ റെഡിയാണ്, എപ്പോഴും പ്രാർത്ഥിച്ച് ആത്മതലം തുറന്നു കിടക്കുക. രാത്രി ചെന്നിരുന്നപ്പോൾ ആത്മതലത്തിൽ കയറി അത് പിടിച്ചെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലരോട് ദൂത് പറയാൻ എന്താണെന്നറിയാമോ? നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ള പ്രാർത്ഥനാ ജീവിതമുള്ളവരുടെ പ്രത്യേകത, ഒരു വിഷയം വരുമ്പോൾ ആദ്യം മുതൽ പ്രാർത്ഥിച്ചൊന്നും തുടങ്ങണ്ട. ആ വിഷയത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ആത്മതലത്തിൻ്റെ അകത്ത് കയറാൻ, ആമേൻ, ഹല്ലേലൂയ, ബലവും കൃപയും ഉണ്ടാകും. ഹല്ലേലൂയ, റെഡിനെസ് ഉണ്ടാകും. റെഡിനെസ് ലിബ്രകാശറ്റേലിമിയ. ആമേൻ. ദൈവത്തിൻ്റെ മക്കളെ, 2-3 മിനിറ്റ് ഉണ്ട്, പറഞ്ഞങ്ങ് നിർത്തട്ടെ. ഇതൊന്നും തീരാൻ പോകുന്നില്ല. എനിക്ക് തിരക്കൊന്നുമില്ല, പക്ഷെ നിങ്ങളുടെ കാര്യം എനിക്കറിയാം. പലർക്കും രാവിലെ ഡ്യൂട്ടിക്ക് പോകാനുള്ളത്. ഐ നോ ദാറ്റ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളെ, എന്താ കാര്യം എന്നറിയാമോ? നമ്മളൊരു ജഡത്തിലാണ് ജീവിക്കുന്നത്, ശരീരത്തിലാണ് ജീവിക്കുന്നത്. കാണുന്ന കേൾക്കുന്ന മേഖല, ഭൗതിക മേഖലക്കുള്ളിൽ അടക്കപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ആത്മതലത്തിൽ കയറണമെങ്കിൽ നമ്മുടെ സ്പിരിറ്റ് റിവൈവ് ആയാൽ ആത്മതലത്തിൽ നമുക്ക് പ്രവേശിക്കാൻ പറ്റും. നമ്മുടെ ആത്മാവ് ഉണർത്തപ്പെട്ട്, നമ്മുടെ ആത്മാവ്, ആമേൻ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ആത്മതലങ്ങളിൽ പ്രാർത്ഥനയിലൂടെ കയറി ചെന്നിട്ടാണ്, ആമേൻ, പലതും നമ്മൾ പിടിച്ചെടുക്കുന്നത്, ആമേൻ, ഏറ്റെടുക്കുന്നത്. അതിന് വേണ്ട ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയാമോ? പെർസിസ്റ്റൻസ്. സ്ഥിരതയോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് ഈ ഭൗതിക മേഖലകളെ മുറിച്ച് ആത്മതലങ്ങളിലേക്ക് ഉയരും. സ്ഥിരതയില്ലെങ്കിലുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? പ്രാർത്ഥനയത്തിൽ സ്ഥിരതയില്ലെങ്കിലുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ മുമ്പിൽ ആത്മതലം തുറക്കേണ്ട ഒരു തലം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ എഴുന്നേറ്റ് പോകും. അല്ല, ഒരു ദിവസം, അല്ല 3 ദിവസം നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, ആത്മാവിൽ ഷാർപ്പായി നിങ്ങളുടെ സ്പിരിച്വൽ തലങ്ങളിലേക്ക് നിങ്ങൾ ഉയരുകയാണ്. 3 ദിവസം കഴിഞ്ഞ് 4-ാം ദിവസം പ്രാർത്ഥിക്കത്തില്ല, 5-ാം ദിവസം പ്രാർത്ഥിക്കത്തില്ല, പിന്നെ ഒരു 15 ദിവസത്തേക്ക് പിന്നെ പ്രാർത്ഥനയില്ല. തീർന്നു. വെളിപ്പെട്ട് വരുന്ന ആത്മതലത്തിൻ്റെ ഉള്ളിലേക്ക്, കാരണം എന്താണ്? അവിടെ സ്ഥിരതയില്ല, പെർസിസ്റ്റൻ്റ് ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 12 മണിക്ക് എന്നിട്ട് ഈ കൂട്ടുകാരനെ വാതിക്ക് 2 മുട്ടുമുട്ടി. കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ ഉറങ്ങാണ്, എഴുന്നേക്കാം. ഇയാൾ തിരിച്ച് മാറി അവിടെ വെയിറ്റ് ചെയ്തോ? അവൻ എഴുന്നേറ്റ് വരുമെന്നും പറഞ്ഞ് പുള്ളി വെയിറ്റ് ചെയ്യണമെന്ന് വെച്ചോ. എൻ്റെ കൂട്ടുകാരനല്ല, അവൻ എഴുന്നേക്കാൻ പോയിരിക്കാം, മുഖം കഴിയിട്ടൊക്കെ വരും. ഞാനൊരു ആലങ്കാരിക ഭാഷ സിമ്പിളായിട്ട് പറയാൻ ശ്രമിക്കുകയാണ്, എങ്ങനെയെങ്കിലും നമ്മുടെ ഉള്ളിൽ കയറാൻ. 2 മുട്ടിയിട്ട് മാറി അവിടെ ഇരിക്കണമെന്ന് വെച്ചോ. 2 മുട്ടി നമ്മൾ അലാം അടിക്കുന്ന പോലെ, അലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാടി എഴുന്നേൽക്കുന്നവരൊക്കെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കാലം 1 മണിക്കൂറൊക്കെ അടിച്ചാൽ ചിലപ്പോൾ ഞാൻ എഴുന്നേൽക്കത്തുള്ളൂ, കാരണം ഉറങ്ങുന്നത് ലേറ്റ് ആയതുകൊണ്ടാണ്. അലാം അടിച്ചാൽ അപ്പോഴേ ചാടി എഴുന്നേറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ദൈവം നിങ്ങൾ ധാരാളമായി നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. പക്ഷേ 8-10 പ്രാവശ്യമൊക്കെ വീണ്ടും അടിക്കുമ്പോഴാണ് ചിലവർ, ആമേൻ, എവിടെയാണെന്ന് ഓർമ്മ വരുന്നത്. നോക്കിയേ, ആമേൻ, മുട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് തുറക്കപ്പെടുന്നത്. ഈ സ്ഥിരതയോടെ മുട്ടുന്നവൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? തുറക്കണ സമയത്ത് പുള്ളി അവിടെ ഉണ്ടാകും. കേട്ടവർക്കാണ് ഞാൻ സ്തോത്രം ചെയ്യുന്നു. 2 മുട്ടിയിട്ട് മാറി നിൽക്കുമ്പോൾ കൂട്ടുകാരൻ വന്ന് തുറന്നു നോക്കുമ്പോൾ, ആമേൻ, വാതിക്കൽ ആരുമില്ല. കൂട്ടുകാരൻ വീണ്ടും വാതിലടച്ചിട്ട് കിടന്നുറങ്ങും. ഈ സ്ഥിരതയോടെ നിൽക്കുന്നവരുടെ പ്രത്യേകത, ആമേൻ, ആത്മതലം തുറന്നു വരുമ്പോൾ അവൻ അവിടെ ഉണ്ടാകും, അവൻ അതിൻ്റെ അകത്ത് കയറും. കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയിലുള്ള സ്ഥിരതയുടെ ഒരു ആമേൻ എലമെൻറ്റ് ഭൗതിക മണ്ഡലത്തിലിരിക്കുന്ന മനുഷ്യന് ആത്മതലങ്ങളിൽ കയറി ചെല്ലുവാൻ ആമേൻ സ്ഥിരതയുണ്ടെങ്കിലേ കഴിയത്തുള്ളൂ. വല്ലപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിട്ടല്ല, വല്ലവിധേനയും പ്രാർത്ഥിക്കുന്നവരായിട്ടല്ല. പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ നിൽക്കാനുള്ള കൃപ ചോദിക്കുക, അതിനുവേണ്ടി നമ്മളെ ഏൽപ്പിക്കുക. നമ്മുടെ ജഡം അതിന് വഴങ്ങത്തില്ലെങ്കിലും, ജഡം അതിന് സമ്മതിക്കുന്നില്ലെങ്കിലും, ജഡത്തെ ക്രൂശിച്ചുകൊണ്ട് നമ്മളത് ആ കൃപ ഏറ്റെടുക്കണം. അതാണ് ആ ഉപമയിലൂടെ കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. ആമേൻ. 18-ാം അധ്യായത്തിൽ യേശു വിധവയുടെ കാര്യം പറയുന്നുണ്ട്. ആമേൻ, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതിന്, ആമേൻ, ന്യായാധിപൻ്റെ പടിവാതിക്കൽ എപ്പോഴും മുട്ടിക്കൊണ്ടിരുന്ന ഒരു വിധവയുടെ ഉപമ യേശു പറയുന്നുണ്ട്. അവിടെ പറയുന്നത് എപ്പോഴും മടുപ്പില്ലാതെ പ്രാർത്ഥിക്കേണ്ടതിന്, ആമേൻ, ഒരു ന്യായാധിപൻ്റെ, ദൈവത്തെ ഒരു എത്തിയസ്റ്റായിട്ടുള്ള, നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു എത്തിയസ്റ്റായിട്ടുള്ള, ആമേൻ ഹല്ലേലൂയ, ഒരു ന്യൂജൻ, ഹല്ലേലൂയ, ആമേൻ ജഡ്ജിൻ്റെ പടിവാതിക്കൽ ചെന്നിട്ടാ ദൈവത്തെ വിശ്വസിക്കുന്നില്ല, ദൈവത്തെ ഭയമില്ല, മനുഷ്യരെ ശങ്കയില്ല. പക്ഷെ വിധവ, ആമേൻ, ഇവൾക്ക് ഞാനിത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇവൾ വന്ന് എന്നെ അടിക്കും, ആളുകൾ മുമ്പിൽ ഞാൻ നാണം കെടും, ഈ വയസ്സായിട്ടുള്ള സ്ത്രീയാണ്, ഇവർ വന്ന് എന്നെ എൻ്റെ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അടി കൊണ്ട് എൻ്റെ ഇമേജ് പോകണ്ട, എൻ്റെ വില പോകുന്നതിനേക്കാൾ നല്ലത് ശല്യം പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് ചെയ്തു കൊടുത്തേക്കാം
എന്നാണ് ന്യായാധിപൻ അവിടെ പറഞ്ഞത്. യേശു പറഞ്ഞു, അനീതിയുള്ള ന്യായാധിപൻ പറഞ്ഞത് കേൾപ്പീൻ. കണ്ടോ? ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. വിധവ മടുപ്പില്ലാതെ മുട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് മാത്രമാണ് ന്യായാധിപൻ ചെയ്തു കൊടുത്തതെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് രാപകൽ നിലവിളിക്കുന്ന തൻ്റെ മക്കളുടെ കാര്യത്തിൽ, ആമേൻ, ഹല്ലേലൂയ, എത്രയും വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? ആമേൻ, പ്രൈസ് ഗോഡ്. അനീതിയുള്ള ന്യായാധിപൻ ദൈവം അനീതിയുള്ള ന്യായാധിപനല്ല. അങ്ങനത്തെ ഒരുത്തനെ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ദൈവസന്നിധിയിൽ സ്ഥിരതയോടെ നിന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രതിക്രിയ നടത്താൻ ശക്തനല്ലയോ? ആ ഉപമയിലും പറയുന്നത്, സ്ഥിരതയോടെ നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ഭൗതിക മണ്ഡലത്തിലോ ജഡമണ്ഡലത്തിലോ ജീവിക്കുന്നവരല്ല ദൈവമക്കൾ, ആത്മതലങ്ങളിൽ ജീവിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ഹല്ലേലൂയ. അതിനുവേണ്ടി ആമേൻ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായി തീരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എത്ര പേർ കർത്താവിനെ സ്തുതിക്കും? ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാകുക. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാകുമ്പോൾ, ഞാൻ നിർത്തുകയാണ്, പ്രാർത്ഥനയ്ക്ക് സ്ഥിരതയുള്ളവരാകുമ്പോൾ കിട്ടുന്ന പ്രത്യേകത എന്താണെന്നറിയാമോ? നിങ്ങൾ സ്ഥിരതയോടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവും പരിശുദ്ധാത്മാവും കൂടി ആത്മതലങ്ങളിലുള്ള ആക്സസ് നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. ആത്മതലങ്ങളിൽ ഉയരുന്ന മേഖല നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ദൈവത്തിൻ്റെ വെളിപ്പാടുകളെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ബന്ധം അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആകും. അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സഫലന്മാരായി തീരാൻ കൃപ ലഭിക്കും. അതുകൊണ്ട് ആരെങ്കിലും പ്രാർത്ഥനയിൽ മടുത്തിരിപ്പുണ്ടെങ്കിൽ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകുമോ, എൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുണ്ട്. പ്രാർത്ഥനയിൽ പേഴ്സിസ്റ്റൻ്റ് ആവുക. ആമേൻ. അങ്ങനെ നീ ആ പേഴ്സിസ്റ്റൻസ് യു പ്രൂവ്. ചിലരോട് ദൈവം പറയാം, യു പ്രൂവ് യു ആർ പേഴ്സിസ്റ്റൻ്റ്, then God will prove His grace is available to you. നിങ്ങൾ ലജ്ജയില്ലാതെ മുട്ടുന്ന ആ ഒരു പെർസിസ്റ്റൻസ് നിങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ആ പ്രാർത്ഥനയിൽ ഒരു വിടുതലും ഉയർച്ചയും തരുവാനുള്ള ദൈവപ്രവൃത്തിയും ദൈവം നിങ്ങളുടെ മേൽ ചെയ്യും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാനുള്ള കൃപ ആർക്കാ ലഭിക്കുന്ന? പ്രാർത്ഥിക്കുന്നവർക്കേ കിട്ടുള്ളൂ. പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. പ്രാർത്ഥിച്ചാണ് ആ കൃപയിൽ നമ്മൾ വർദ്ധിക്കുന്നത്. എത്ര പേർ കർത്താവിനെ സ്തുതിക്കും? ഹല്ലേലൂയ. Persistence in prayer. ആമേൻ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ സമയം കർത്താവേ, ആമേൻ, കരങ്ങളെ ഉയർത്തി കണ്ണുകളടച്ച് ആമേൻ 1 മിനിറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞാനിതിനെ അങ്ങ് റിലീസാകാൻ പ്രാർത്ഥിക്കുക. ആമേൻ. അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കാൻ ദൈവത്തിന് അസാധ്യമല്ല. ആമേൻ. പ്രാർത്ഥനയുടെ മേലുള്ള പുറന്തോടുകൾ പൊട്ടട്ടെ. ആമേൻ. ആമേൻ. സ്പിരിച്വൽ ആക്സസ് ഇല്ലാത്തവർ, ആത്മതലങ്ങളിൽ ഒരു ആക്സസ് ഇല്ലാതെ വിഷമിക്കുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ അതിപ്പോൾ ഉണ്ടാകട്ടെ. അത് റിലീസ് ചെയ്യുന്നു. പ്രേയറിൻ്റെ ഡീപ്പർ എക്സ്പീരിയൻസിലേക്ക് കടക്കുവാൻ എത്ര ശ്രമിച്ചിട്ട് ഒരു പരിധിക്ക് പുറത്തു പോകാൻ കഴിയാതെ കെട്ടപ്പെട്ട അതിരുകളെ ഞാൻ പൊളിക്കുന്ന യേശുവെന്ന വിശ്വസിക്കുന്നതിൻ്റെ മേലത് പതിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഞാൻ മുട്ടുന്ന വാതിലിൻ്റെ അപ്പുറത്ത് ഞാൻ അന്വേഷിക്കുന്ന അപ്പം ഉണ്ട്. ആ ഉറപ്പ് എൻ്റെ ദൈവം, ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കുള്ള മറുപടി എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ദൈവത്തിൻ്റെ കയ്യിൽ എൻ്റെ പരിഹാരമുണ്ട്. ഞാൻ ചോദിക്കുന്ന ദൈവം വിട്ടുവിക്കുന്നവനാണ്, പ്രാർത്ഥന കേൾക്കുന്നവനാണ്, വിട്ടുവിപ്പാൻ ശക്തനാണ്. എൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരം എൻ്റെ യേശുവിൻ്റെ കയ്യിലുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഉറപ്പോടെ ധൈര്യത്തോടെ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽപ്പാൻ ആ കൃപ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മടുപ്പുകൾ മാറട്ടെ, തളർച്ചകൾ മാറട്ടെ. കർത്താവിനെ കാണിക്കുന്ന ചില ബോണ്ടേജുകൾ, പ്രാർത്ഥനയിൽ ഉയരാൻ കഴിയാത്ത ചില കെട്ടുകൾ, ആമേൻ, ഹല്ലേലൂയ, അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുള്ള ദൈവശബ്ദമായിട്ട് നിങ്ങളത് വിശ്വസിക്കുക. പ്രാർത്ഥനയിൽ ഉയരാൻ കഴിയാത്ത രീതിയിലുള്ള ചില ബോണ്ടേജുകൾ പൊട്ടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പൊട്ടട്ടെ. ഹല്ലേലൂയ. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ ബലത്താൽ, Raseke rama seke rama kaseke la maraka seke rama karaba kandala rabana hatora kadagasia rekandala maharkeria sere kara proush minianta rikandali bruka mana setela rabanianta rikanda prudi mikandala rabusiande libra kati brukata karamazala koto uranga sideke la branga la toro mikasia lita karimonda la rakasia talaba rese la pranda karabanianta rabushikiria rute karimasalanda la robo
rekambra hatala prudi libro kozine tali makoria rota kambra kasatele bakura baba kazia യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. പ്രാർത്ഥിക്കാൻ പത്രോസ് വെൺമാടത്തിൽ കയറിയപ്പോൾ സ്വർഗം തുറന്ന തുപ്പട്ടി ഇറങ്ങി. പത്രോസ് കയറി, സ്വർഗത്തിൽ ചിലത് ഇറങ്ങി. മോശ പ്രാർത്ഥിക്കാൻ മലയിൽ കയറി, ആമേൻ, ദൈവത്തിൻ്റെ മേഘം പർവ്വതത്തിൽ ഇറങ്ങി. യേശു പ്രാർത്ഥിക്കാൻ മറുവമലയിൽ കയറി, ഹല്ലേലൂയ, പിതാവിൻ്റെ മേഘവും ശബ്ദവും തേജസ്സും പർവ്വതത്തിൽ ഇറങ്ങി. ഹല്ലേലൂയ. ചിലരോട് പറയുന്നു, പ്രാർത്ഥനയ്ക്കായി കയറുക. നീ കയറി ചെല്ലുമ്പോൾ ആമേൻ, നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലത്തെയും വിട്ടിട്ട് ആമേൻ കയറിപ്പോയവന് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. റതനകടകസ്യ കർത്താവിനെ കാണിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാൽ അത് സംഭവിക്കട്ടെ. ഈ മക്കളുടെ മേൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. പ്രാർത്ഥന വീരന്മാരായി ഇവർ തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ചിലരോട് ദൈവം എന്നോട് ഇങ്ങനെ പറയാൻ നിങ്ങളുടെ ഉള്ളിൽ ഒരു മൃദു സ്പന്ദനം പോലെ, ചില ഇംപ്രഷൻസ് പോലെ നീ പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി നീ ഭക്ഷണം കുറച്ചിട്ട് നീ എൻ്റെ കൂടെ ഇരിക്കുക. ആമേൻ. ചിലപ്പോൾ ചിലരോട് ദൈവം, ആമേൻ, ഇന്ന് നീ ഭക്ഷണം കഴിക്കണ്ട, അല്ല ഈ ആഴ്ച ഒരു നേരം കഴിച്ചുകൊണ്ട് നീ എൻ്റെ കൂടെ ഇരിക്കുക, അല്ലെങ്കിൽ നീ പൂർണ്ണമായിട്ട് ഉപവസിക്കുക, അല്ലെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, കർത്താവിനെ കാണിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയാം. ആമേൻ. നിങ്ങളൊരു പ്ലാൻ ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ ആമേൻ, ഹല്ലേലൂയ, നിങ്ങളൊരു ഔട്ടിങ്ങിന് പോകാൻ തയ്യാറെടുക്കുന്നു. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന് ആത്മാവ് ഇടപെടുക, ആമേൻ, പോകണ്ട, അത് ക്യാൻസൽ ചെയ്യുക, എൻ്റെ കൂടെ സന്നിധിയിലിരിക്കുക. ആമേൻ. അപ്രകാരമുള്ള സിമ്പിൾ ഡയറക്ഷൻസിനെ നിങ്ങൾ ഹല്ലേലൂയ ജീവിതത്തിൽ സീരിയസ് ആയിട്ട് എടുത്താൽ, ഡയറക്ഷൻസ് വളരെ സിമ്പിളാണ്, പക്ഷെ ആ സിമ്പിൾ ഡയറക്ഷൻ്റെ മേലൊന്ന് കയറി നിങ്ങൾ ചുവടുകൾ എടുത്താൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രാർത്ഥനയുടെ ഒരു തേജസ്സേറിയ ഒരു സോണിലേക്ക് ആത്മീക മനുഷ്യൻ കരുത്താകുന്ന, ഹല്ലേലൂയ, ആരുടെ മുമ്പിൽ മുട്ടുമടക്കാത്ത ബലമുള്ള ഒരു കൃപയുള്ള ഒരു ജീവിതത്തിലേക്ക് ചിലർ ദൈവത്തിന് കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ പറയുന്നതിനെ മാനുഷികമായിട്ട് എനിക്ക് തോന്നിയതാണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. തോന്നിയതല്ല, തോന്നലാണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ഹല്ലേലൂയ. നീ അത് ചെയ്തു നോക്കുക, അപ്പം അറിയാം ദൈവം നിന്നോട് ഇടപെടുന്നത്. അടുത്ത തലം, പലരും ഉള്ളിൽ കിട്ടുന്ന നിയോഗങ്ങളെ തോന്നലാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് കൊണ്ട് ആത്മീകമായ ഉയരങ്ങളിലേക്ക് കയറാതെ പോകുന്നു. നോ, ഇൻ ജീസസ് നെയിം. കർത്താവേ, ഇന്ന് രാത്രി മക്കളുടെ മേൽ അത് തുറന്നു വരട്ടെ. അടിയൻ പ്രാർത്ഥിക്കുന്നു, ഹല്ലേലൂയ, ഈ വചനത്താൽ പെർസിസ്റ്റൻ്റായി ലജ്ജയില്ലാതെ മുട്ടിക്കൊണ്ടിരുന്നവൻ്റെ മുമ്പിൽ അർദ്ധരാത്രിക്ക് വാതിൽ തുറന്നതുപോലെ, അന്ന് ആമേൻ, ആമേൻ, ആ ദേശത്തുള്ള എല്ലാ വാതിലും അടഞ്ഞു കിടക്കുമ്പോൾ പെർസിസ്റ്റൻ്റായി നിന്ന് മുട്ടിയ ഒരുത്തൻ്റെ മുമ്പിൽ വാതിൽ തുറന്നു വന്നതുപോലെ തുറന്ന വാതിലുകൾ ഇവരുടെ മുമ്പിൽ വെളിപ്പെട്ടു വരട്ടെ. ഇവരുടെ തലമുറകൾക്ക് വേണ്ടി, ഇവരുടെ ജീവിത പങ്കാളികൾക്ക് വേണ്ടി, ഇവരുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി, ഒരു ഫൈനാൻസിന് വേണ്ടി തുറന്നു വരത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ കൃപയാൽ ഇവർ ഉറപ്പും ധൈര്യമുള്ളവരുമായി തീരട്ടെ. ഇവരെ ഞാൻ പ്രാർത്ഥിച്ച ബ്ലെസ് ചെയ്യുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. ഇവരെ പ്രാർത്ഥിച്ച ബ്ലെസ് ചെയ്ത് ഞങ്ങളുടെ കാര്യങ്ങൾ തരുന്നു. ആമേൻ. ഈ വചനത്താൽ ആമേൻ, ഈ മക്കളെ ആദ്യം മുതൽ അവസാനം വരെ ഉത്സാഹത്തോടെ വചനത്തിന് മുമ്പിൽ ഇരുന്നെങ്കിൽ അതിൻ്റെ റിവാർഡ് ഇവരുടെ മേൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ശക്തിയോടെ രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Blessed be the name of the Lord. Hallelujah.